കഥ കേൾക്കാം. നല്ല കണ്ണടച്ചിട്ട് എന്ത് കഥയാണ് പറയണതെന്ന് ശരിക്കും കേൾക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോണ കഥയിൽ യേശു കർത്താവിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ യേശു കർത്താവ് ഒരിക്കൽ ഒരു മലയിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യേശു കർത്താവ് വരുമ്പോൾ യേശു കർത്താവിൻ്റെ കൂടെ ഒത്തിരി ആൾക്കാർ യേശു കർത്താവിൻ്റെ കൂടെ നടന്നു വരുന്നുണ്ട്. കാരണം ആ സമയങ്ങളിലെല്ലാം യേശു കർത്താവ് എവിടെ പോയാലും ആ പോകുന്നിടത്തൊക്കെ ആൾക്കാർ കൂടും. കാരണം യേശു കർത്താവ് എന്തെങ്കിലുമൊക്കെ പറയും, എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ ചെയ്യും. മാജിക്കില്ലേ, എന്തെങ്കിലും മാജിക്കൊക്കെ ചെയ്യും. അങ്ങനെ യേശു കർത്താവിനെ കാണാൻ എവിടെ പോയാലും ആൾക്കാരുണ്ടാവുമായിരുന്നു. അപ്പോൾ അങ്ങനെ യേശു കർത്താവ് ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരുന്നപ്പോൾ യേശു കർത്താവിനെ കാണാൻ കുഷ്ഠരോഗിയായിട്ടുള്ള ഒരാൾ വന്നു. അപ്പോൾ മോൻ അറിയാമോ എന്താ കുഷ്ഠരോഗി ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്താ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? കുഷ്ഠം എന്ന് പറഞ്ഞാൽ ഒരു രോഗമാണ്, ഒരു അസുഖമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പനി വരാറുണ്ട്. പനി വരുമ്പോൾ നമുക്ക് എന്നെ പറ്റുക, നമ്മൾ ടയേർഡായിട്ട് കിടക്കും. അപ്പം അമ്മയും എന്തെങ്കിലും മരുന്നോ അല്ലെങ്കിൽ ഡോക്ടർമാരെ പോയി കണ്ട് അവരെന്തെങ്കിലും ഇഞ്ചക്ഷനോ കാര്യങ്ങളൊക്കെ തന്ന് നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് പനി മാറും, നമ്മൾ വീണ്ടും പഴയ പോലെ കളിച്ച് ചിരിച്ച് നടക്കും. പക്ഷേ ഈ അസുഖം എന്ന് പറഞ്ഞാൽ, കുഷ്ഠം എന്ന് പറഞ്ഞ അസുഖം അങ്ങനെയൊന്നുമല്ല. കുഷ്ഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്കിന്നില്ലേ, തൊലിക്ക് ഒരു കളറുണ്ട്. ചിലവർക്കത് വൈറ്റ് കളറായിരിക്കും, ചിലവർക്കത് ബ്രൗൺ കളറായിരിക്കും, ചിലവർക്ക് ബ്ലാക്ക് കളറായിരിക്കും. അങ്ങനെ പല കളറിലാണ് നമ്മൾ ഓരോരുത്തരുടെയും കളറ് ദൈവം തന്നിരിക്കുന്നത്. അപ്പോൾ ഈ കുഷ്ഠരോഗമുള്ള ഒരാൾക്ക് അവരുടെ സ്കിന്നിൽ അതിന് വേറെ കളറായി, അവരുടെ സ്കിന്ന് അല്ലെങ്കിൽ അവരുടെ തൊലിപ്പുറത്ത് കളറ് വൈറ്റ് കളറായിരിക്കും, മേല് മൊത്തം വൈറ്റ് കളറായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കാണുമ്പോൾ തന്നെ ഒരു പേടിയാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ പേടിയാവുന്നതുകൊണ്ട് ആരും ഇവരുടെ അടുത്തോട്ട് പോവില്ല. ഓക്കെ, അപ്പോൾ ഈ രോഗത്തിന് പറയുന്ന പേരാണ് കുഷ്ഠരോഗം. അങ്ങനെ രോഗമുള്ള ഒരാൾ യേശു കർത്താവിൻ്റെ അടുത്തിട്ട് വന്നിട്ട് യേശു കർത്താവിനെ നമസ്കരിച്ചു. യേശു കർത്താവിൻ്റെ അടുത്ത് അയാൾ ചോദിക്കുകയാണ്, യേശു കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞേ? കർത്താവേ, അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ, അങ്ങക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഈ അസുഖം മാറ്റാൻ പറ്റുമെന്ന് ആര് പറഞ്ഞു? ഈ കുഷ്ഠരോഗിയായിട്ടുള്ള ആള് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ യേശു കർത്താവ് എന്നാ ചെയ്തതെന്നറിയാമോ? യേശു കർത്താവ് പെട്ടെന്ന് യേശു കർത്താവിൻ്റെ കൈ നീട്ടിയിട്ട് ഈ കുഷ്ഠം പിടിച്ച ആളെ, ഓക്കെ, ആരും സാധാരണ തൊടൂല, കുഷ്ഠം പിടിച്ച ആൾക്കാരെ തൊടാനോ നോക്കാനോ ഒന്നും പോകില്ല. കാരണം അത്രമാത്രം വേദന ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും അവരെ കാണാൻ. അപ്പോൾ യേശു കർത്താവ് അതൊന്നും നോക്കാണ്ട് ഈ കുഷ്ഠരോഗി ചോദിച്ചു, എൻ്റെ കുഷ്ഠം മാറ്റി തരാമോ എന്ന് ചോദിച്ചത് കൊണ്ട് യേശു കർത്താവ് വേഗം കൈ നീട്ടിയിട്ട് ഈ കുഷ്ഠരോഗിനെ തൊട്ടിട്ട് എന്നെ പറഞ്ഞെന്നറിയാമോ? എനിക്ക് മനസ്സുണ്ട്, എനിക്ക് നിൻ്റെ കുഷ്ഠം മാറ്റാൻ എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാം എന്ന് പറഞ്ഞു. ശുദ്ധമാകുക എന്ന് പറഞ്ഞാൽ അതെല്ലാം ക്ലീൻ ആക്കുക എന്നുള്ളത് പറഞ്ഞു. ആ പറഞ്ഞ് തീർന്ന നിമിഷം തന്നെ ഈ കുഷ്ഠരോഗിയുടെ കുഷ്ഠമെല്ലാം മാറി നല്ല സ്കിന്ന് അയാൾക്ക് ആയി. അപ്പോൾ അങ്ങനെ യേശു കർത്താവ് അവിടെ ഒരു അത്ഭുതം ചെയ്തു. ഓക്കെ, അപ്പോൾ അയാൾക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും. ഇത്രയും കാലം എല്ലാവരും ആ മനുഷ്യനെ, ആ കുഷ്ഠരോഗിനെ പുച്ഛിച്ചതും നിന്ദിച്ചതും എല്ലാം മാറി. നമ്മുടെ മോൻ്റെ പോലത്തെ സ്കിന്നായിട്ട് നല്ല സൂപ്പർ സ്കിൻ, നല്ല തൊലിയായിട്ട് അങ്ങനെ അവൻ്റെ ബോഡി മാറി. അവൻ ഭയങ്കര ഹാപ്പിയായി. ഓക്കെ, ഭയങ്കര സന്തോഷമായി, അവൻ്റെ കുഷ്ഠമൊക്കെ മാറി. അപ്പോൾ ഇതെല്ലാം പെട്ടെന്നോട്ട് നടന്നേ. അപ്പോൾ യേശു കർത്താവ് അവനോട് പറഞ്ഞു, നോക്ക്, ഞാൻ ഈ ചെയ്തത് ആരോടും പറയരുത്, ഓക്കെ, ആരോടും പറയരുത് എന്ന് പറഞ്ഞു. അങ്ങനെ യേശു കർത്താവ് ആ രോഗീനെ സൗഖ്യമാക്കി. അപ്പോൾ നമുക്ക് ചെറുപ്പത്തിൽ ഓരോരോ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ യേശുപ്പച്ചൻ്റെ അടുത്ത് പറയണം, യേശുപ്പച്ച, എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് വയ്യ, അത് സൗഖ്യമാക്കി തന്നെ, അത് മാറ്റി തന്നെ എന്ന് ആരുടെ അടുത്ത് പറയണം? യേശുപ്പച്ചൻ്റെ അടുത്ത് പറയുമ്പോൾ യേശുപ്പച്ചൻ അത് മാറ്റിത്തരും. അപ്പം അതാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്ന കഥ. അപ്പം അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടായാൽ, എന്തെങ്കിലും അസുഖങ്ങളുണ്ടായാൽ നമ്മൾ ആരുടെ അടുത്താണ് പറയണ്ടേ? യേശുപ്പൻ്റെ അടുത്ത് പറയണം. എങ്ങനെ പറയണം? യേശുപ്പച്ച, എനിക്കിത് മാറ്റി തന്നേന്ന് പറയണം. നമ്മളതെങ്ങനെയാണ് പറയുക? നമ്മൾ പ്രാർത്ഥനയിലൂടെയാണ് നമുക്കത് പറയാൻ പറ്റുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ യേശുപ്പച്ചൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്കിനി കിടന്നുറങ്ങാം. ഓക്കെ, സ്വീറ്റ് ഡ്രീംസ്, ബൈ, ഗുഡ് നൈറ്റ്.